ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഷൈൻ വണ്ടിയുടെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് ബാക്ക് മൺകാടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡിക്കേറ്ററിൻ്റെ വന്ന ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനുണ്ടായിരുന്നു. അത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയുണ്ടായി. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ പഴയ ഇൻഡിക്കേറ്റർ അതുമേന്ന് അഴിച്ചതുമേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ സൈഡിലെ ബോൾട്ട് ചെയ്യുന്ന ഭാഗത്ത് ഉള്ളിൽ നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന ഭാഗം ഈ സ്റ്റേമേന്നൊക്കെ വിട്ടു പോകുന്നേക്കാണ്. അപ്പോൾ നമുക്കത് മാറ്റിയിടണം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ തന്നെ റിഫ്ലക്ടറും ആ പഴയത് നമുക്ക് അതിൽ അഴിച്ചെടുക്കാൻ കിട്ടുന്നില്ല. കാരണം മൊത്തം തുരുമ്പിട്ടിരിക്കുക. അപ്പോൾ ഈ ഐറ്റം വണ്ടി ഉണ്ടോയെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിലാണ് ഒരു സ്ക്വയർ ടൈപ്പ് റിഫ്ലക്ടർ ഇവിടെ വരും. ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ അത് കേട്ടോ. അപ്പോൾ നമ്മളതങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. ഒരു കുത്തുകൊണ്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സൈലൻസിൻ്റെ ഈ ഭാഗത്ത് വാഷൊക്കെ പോയി കിടന്ന ഓവല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഓവലായി പോയി ആ സൈഡ്. അത് നമുക്ക് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്കത് മാറ്റിയിട്ട് ബോൾട്ടിലേക്ക് ആക്കാം. ബോൾട്ടിലേക്ക് മാറ്റി വാഷിട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇത് റെഡിയാക്കാനായിട്ട് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാളിപ്പർ ശരിക്കും പറഞ്ഞാൽ കാളിപ്പറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അഴുക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് നോക്കുന്ന സമയത്തുണ്ടല്ലോ അത് ഈ കാളിപ്പറിൻ്റെ ഉള്ളിൽ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഓയിൽ കിടന്ന് ഹൈഡ്രോളിക് ഓയിലാണോ ഫ്ലൂയിഡാണോ നമുക്ക് വരാം. ഫ്ലൂയിഡ് വെള്ളം കൂടി മിക്സ് ആയതാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങൾ അതിനകത്ത് ഉള്ളിലുണ്ട്. പിന്നെ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ പിസ്റ്റൺ സീൽ കാര്യം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഈ MC സബ് ഓൾറെഡി ശരിക്കും അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല ടൈറ്റാണ്. തന്നെയല്ല നമ്മളത് അഴിച്ച് റിപ്പയർ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രൂ ഒന്നും ഊരി കെട്ടാത്തൊരു കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ നല്ല ഏറിപ്പിച്ച് കിട്ടാത്തൊരു കണ്ടീഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ അഴിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ MC സബ് മാറ്റി റീസെറ്റ് ചെയ്താലാണ് കറക്റ്റ് ബ്രേക്കിങ്ങിലേക്ക് ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്കും റിട്ടേണും വന്ന ഓയിൽ അത് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് വൺ സൈഡ് മാത്രമേ പോകുള്ളൂ. റിട്ടേൺ എടുക്കില്ല. അതിൻ്റെ ഉള്ളിൽ മൊത്തം ടൈറ്റ് ആയേക്കാതെ. അപ്പോൾ അത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് അഴിച്ച് കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് അലുമിനിയം കേസ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല പഴക്കം വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി നമുക്ക് മാറുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. സാധാരണ രീതിയിൽ നമുക്ക് ഈ MC സബ് മാത്രമേ കംപ്ലയിൻറ്റ് വരുള്ളൂ. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് അതിൻ്റെ പിസ്റ്റൺ സീലൊക്കെ മാറ്റി ഇതിൻ്റെ കാളിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാറില്ല. ഇത് അലുമിനിയം ബോഡിയാണ്. സ്വാഭാവികമായിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഡാമേജ് വരാറുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് കേട്ടോ. അഴിഞ്ഞ് കിട്ടാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. റെഡി ആവില്ല എന്നുള്ളത്. കാരണം അതിൻ്റെ ആയാലും ഈ MC സബ് റിപ്പയർ കിറ്റിനായാലും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. എന്നാൽ കൂടി നമുക്കൊന്ന് അഴിച്ച് നോക്കാമായിരുന്നു. ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പ്ലേറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പാഡ് തീർന്നിട്ട് ഫുള്ള് കയറി പിടിച്ച കൂടിയാണ് അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ വന്ന കേസിൽ ആ ബ്രേക്ക് പ്ലേറ്റും കൂടി മാറ്റിയാലാണ് നമുക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ഈ പ്ലേറ്റിന് സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഇടുന്ന പാഡുമേക്കും ശരിക്കും പെട്ടെന്ന് ആ സ്ക്രാച്ചസിൻ്റെ ആ രീതിയിലായിരിക്കും തേമാനം പോവാം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേറ്റൊക്കെ ബ്രേക്ക് പാഡ് തീർന്നത് പിടിച്ചാണുള്ള അവസ്ഥ എനിക്ക് കാണും കേട്ടോ. മെറ്റൽ കയറി ഇങ്ങനെ ജാമായി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് സംഭവിച്ചാണ് കേസ്. ഇതിൻ്റെ കേസ് നമ്മൾ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കണ്ട. ബ്രേക്ക് പാഡ് അങ്ങനെ പെട്ടെന്ന് തീരില്ല, ലൈഫ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ബാക്കിയതൊക്കെ റെഡി ആക്കിയാലും ഈ സ്ക്രാച്ച് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്രേക്ക് പാഡ് പുതിയത് ഇടുന്നതിൻ്റെ ലൈഫ് കുറയും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് നാൾ വഴിയാണെങ്കിൽ ഓടിക്കാം എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ മാസ്റ്റർ സെറ്റ് നമുക്ക് മാറ്റിയിടണം. പിസ്റ്റൺ മാറ്റിയിട്ട് വരില്ല. പിസ്റ്റൺ സീൽ നമുക്ക് മാറ്റി റെഡിയാക്കി എടുക്കാം. ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് മാറ്റാം. ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ബാക്ക് മൺ ഗാർഡ്, ഇൻഡിക്കേറ്റർ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് തരാം കേട്ടോ. നോക്കി വീഡിയോ ഒന്ന് കാണാം. അതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമ്മൾ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് വാഷിങ്ങിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് പറയണം കേട്ടോ.